പുതുപ്പള്ളിയിൽ റബ്ബർ ബോർഡ് ആസ്ഥാനത്തെ ക്വാർട്ടേഴ്സിൽ വൻ കവർച്ച. 75 പവനോളം സ്വർണം കവർന്നു. ഇന്നലെ രാത്രിയാണ് മുറികൾ കുത്തിത്തുറന്ന് മോഷണം നടത്തിയത്. സംഭവത്തിന് പിന്നിൽ പ്രൊഫഷണൽ സംഘമെന്ന നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ്. ഏക്കറോളം വിസ്തൃതിയുള്ള ക്യാമ്പസിനുള്ളിൽ സുരക്ഷാ ജീവനക്കാരെയും പോലീസിനെയും ഞെട്ടിച്ചുകൊണ്ടാണ് വൻ കവർച്ച നടന്നത്. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള റബ്ബർ ബോർഡിന്റെ ജീവനക്കാർക്കുള്ള താമസ സ്ഥലത്തെ ക്വാർട്ടേഴ്സിനുള്ളിലാണ് ഇന്നലെ രാത്രി കവർച്ച നടന്നത്. 2 ക്വാർട്ടേഴ്സുകളിൽ നിന്നായി 75 പവനോളം സ്വർണമാണ് നഷ്ടമായിരിക്കുന്നത്. 43 പവൻ ആദ്യ ക്വാർട്ടേഴ്സിൽ നിന്നും 32 പവൻ അടുത്തയിടത്തു നിന്നും മോഷ്ടിക്കപ്പെട്ടു. 3 ക്വാർട്ടേഴ്സുകൾ കുത്തി തുറക്കാനും ശ്രമം നടന്നിട്ടുണ്ട്. ഇന്നലെ രാത്രി 12 മണിക്ക് ശേഷമാണ് സംഭവം നടന്നത്. മോഷണം നടന്ന സമയത്ത് ക്വാർട്ടേഴ്സുകളിൽ ആളുകൾ ഉണ്ടായിരുന്നില്ല. പലരും നാട്ടിലും മറ്റു പരിപാടികൾക്കുമായി പോയ സമയത്താണ് മോഷണം നടന്നത്. അതുകൊണ്ട് തന്നെ വീട്ടുകാർ സ്ഥലത്തിലെന്ന വിവരം കൃത്യമായി അറിയാവുന്നവർ തന്നെയാണോ മോഷണത്തിന് പിന്നിലെന്ന സംശയവും നിലനിൽക്കുന്നുണ്ട്. 2 വീടുകളിലാണ് ആക്ച്വൽ മോഷണം നടന്നിരിക്കുന്നത്. ഒരു വീട്ടിൽ 43 പവനും ഇവിടെ 30 പവനിലധികം പോയിട്ടുണ്ട്. ടോട്ടൽ നമ്മളൊരു 75 സോവറിൻസ് 75 പവൻ മോഷണം പോയതായിട്ട് സംശയിക്കുന്നു. 2 കേസുകൾ എടുക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ 3 വീടുകളിൽ അറ്റംപ്റ്റ് നടന്നതായിട്ടും പറയുന്നു. സംഭവത്തിന് പിന്നാലെ കോട്ടയം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. കവർച്ചയ്ക്ക് പിന്നിൽ ഉത്തരേന്ത്യൻ സംഘമാണെന്ന് സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞു. സമാനമായ രീതിയിൽ സംസ്ഥാനത്ത് നടന്ന മറ്റു മോഷണ കേസുകളുമായി ബന്ധമുണ്ടോ എന്നും സംശയിക്കുന്നുണ്ട്. മോഷ്ടാക്കൾക്ക് പ്രാദേശികമായി ആരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നതും പരിശോധിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് അടുത്തിടെ നടന്ന സമാന മോഷണ കേസുകളടക്കം അന്വേഷണ പരിധിയിലുണ്ട്. ന്യൂസ് മലയാളം, കോട്ടയം.